ഹായ്, ഗവൺമെന്റ് ജോലിയിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം തന്നെയാണ് നമ്മുടെ APO അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എന്ന് പറയുന്നത്. ഓൾറെഡി നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മളുടെ കൈകളിലുള്ളൂ. ആ സമയം കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ പറയുന്ന APO അതേപോലെ CPO, WCPO അല്ലെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ, ഈ പറയുന്ന എക്സാമുകളുടെ എല്ലാം സിലബസ് ഒരേപോലെയാണ്. എവിടെ മാത്രമേ മാറ്റം വരുന്നുള്ളൂ? ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്സിന് മാത്രമേ മാറ്റം വരും. ഇപ്പൊ CPO ആണെങ്കിൽ അവിടെ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്സ്, സിവിൽ എക്സൈസ് ഓഫീസർ ആണെങ്കിൽ എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ്, APO ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ്. അപ്പൊ കൃത്യമായിട്ട് ഒരൊറ്റ പഠനം ഉണ്ടെങ്കിൽ ഈ പറയുന്ന എക്സാമുകൾക്കെല്ലാം കൃത്യമായിട്ട് തയ്യാറെടുക്കാം എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 420/2025 ആണ്. അത്യാവശ്യം നല്ല ഒരു സാലറി സ്കെയിൽ നോക്കുവാണെങ്കിൽ 27,000 മുതൽ 63,000 വരെ സാലറി സ്കെയിൽ ലഭിക്കുന്ന ഒരു പോസ്റ്റ് ആണ് നമ്മുടെ APO അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എന്ന് പറയുന്നത്. ആണല്ലോ, പ്രധാനമായിട്ടും സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് എന്തിനാവശ്യമാണ്? APO അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ പോലുള്ള ഒരു പോസ്റ്റിന് ആവശ്യമാണ്. ഇനി നോക്കുവാണെങ്കിൽ ഏത് കാറ്റഗറിക്കാർ ഏകദേശം 18 മുതൽ 36 വരെ വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ സാധാരണ നമ്മുടെ CPO ഒക്കെ ആണെങ്കിൽ 18 മുതൽ 29 വരെയാണ്. ഇവിടെ ഏജ് കൂടിയത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും അല്ലെ. സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് വൈഡ് എക്സാമും കൂടെയാണ്. സോ നല്ലൊരു കോമ്പറ്റീഷൻ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് എന്തിനാവശ്യമാണ്? APO അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന് ആവശ്യമാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷൻ ആണ്. സാധാരണ യൂണിഫോം പോസ്റ്റ് CPO, സിവിൽ എക്സൈസ് ഒക്കെ ആണെങ്കിൽ +2 യോഗ്യതയായിരുന്നു. പക്ഷെ നമ്മുടെ APOക്ക് എന്ത് മതി? 10ാം ക്ലാസ് യോഗ്യത മതി. അതേപോലെ ഫിസിക്കൽ നമ്മുടെ ഹൈറ്റ് ഒക്കെ ആണെങ്കിൽ 165 സെന്റിമീറ്റർ മതി. കണ്ടോ, നമ്മുടെ എക്സാം കഴിഞ്ഞ് നമുക്ക് തീർച്ചയായിട്ടും എന്തുണ്ടാവും? യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കലും ഉണ്ടാവും. ഈ പറയുന്ന ഐറ്റംസുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്കലുകളും ഉണ്ടാവും. അത് നമ്മുടെ എക്സാം ആണ് നമ്മുടെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. എക്സാം കഴിഞ്ഞ് നമുക്ക് എന്ത് വരുന്നുണ്ട്? ഈ പറയുന്ന ഫിസിക്കൽ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് മെഡിക്കൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞാണ് എന്ത് വരുന്നത്? മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഒരു എക്സാം കഴിഞ്ഞ് ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനെ ബേസ് ചെയ്ത് ഫിസിക്കൽ ഉണ്ടാവും, പിന്നീട് മെഡിക്കൽ ഉണ്ടാവും. ഏറ്റവും അവസാനമായിരിക്കും നമുക്കൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. സോ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സ് എടുക്കുന്ന ഒരു പോസ്റ്റ് ആണ്, നല്ലൊരു പോസ്റ്റും കൂടിയാണ് APO അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എന്ന് പറയുന്നത്. നമ്മുടെ സിലബസിലേക്ക് നോക്കുവാണെങ്കിൽ കണ്ടോ, ഏകദേശം ചരിത്രം, ഈ പറയുന്ന സിലബസിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവേണൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, കലാ കായികം സംസ്കാരം, കറണ്ട് അഫയേഴ്സ്, മാത്സ്, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം, സ്പെഷ്യൽ ടോപ്പിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് സ്പെഷ്യൽ ടോപ്പിക്സിൽ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സ്, അതേപോലെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ് 10 മാർക്ക് വീതം, സയൻസ് ടോട്ടൽ 10 മാർക്ക്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇവിടെ ഇപ്പൊ CPO ആണെങ്കിലും സിവിൽ എക്സൈസ് ഓഫീസർ ആണെങ്കിലും അതേപോലെ തന്നെ ഈ APO ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട 20 മാർക്കിന് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ബാക്കി ഈ പറയുന്ന ഏരിയാസ് എല്ലാം സിമിലർ ആണ്. അതായത് ഒരൊറ്റ പഠനം ഉണ്ടെങ്കിൽ ഈ പറയുന്ന 3 എക്സാമുകൾക്കും ഒരേ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. എവിടെ മാത്രമേ മാറ്റം വരുന്നുള്ളൂ? ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്സിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഈ പറയുന്ന CPO, WCPO, അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഈ ഫയർമാൻ വരുവാണെങ്കിൽ ഫയർമാൻ, ബാക്കി എല്ലാത്തിലും ഈ പറയുന്ന GK അല്ലെങ്കിൽ ഈ പറയുന്ന ഏരിയാസ് സിമിലർ ആണ്. സ്പെഷ്യൽ ടോപ്പിക്സിന്റെ 20 മാർക്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? മാറ്റം വരുന്നുള്ളൂ. അപ്പൊ ഇത് പഠിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ഇനിയുള്ള സമയം കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഈ പറയുന്ന ഇപ്പൊ GKയും അല്ലെങ്കിൽ ഈ പറയുന്ന ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. സോ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിന് മോഡറേറ്റ് ലെവൽ കൊടുത്തുകൊണ്ട് ബാക്കി വരുന്ന ഏരിയാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഒരു പഠന സ്ട്രാറ്റജി ആയിരിക്കണം നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം നമ്മുടെ കയ്യിൽ വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. SCRTസിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മാറ്റം വന്ന SCRTസിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ APO പോലുള്ള സ്റ്റേറ്റ് വൈഡ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ ഈ ഒരു എക്സാം കണ്ടോ, നമ്മുടെ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്സിൽ
കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തന രീതിയും, മനുഷ്യാവകാശ സംരക്ഷണം, വിവരാവകാശ നിയമം അല്ലെ, പിന്നെ മനഃശാസ്ത്രം, അടിസ്ഥാന തത്വങ്ങൾ. ടോട്ടൽ 20 മാർക്കാണ് നമ്മുടെ AP സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നത്. അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു വേക്കൻസിയാണ്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഏകദേശം 500-ന് മുകളിൽ 600-നടുത്ത് നിയമനങ്ങൾ നടന്ന ഒരു എക്സാം ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. കോമ്പറ്റീഷൻ കൂടുതലാണ്. നല്ലൊരു രീതിയിലുള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന APO പോലുള്ള എക്സാമുകൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങളെ സഹായിക്കാനായിട്ടാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഏറ്റവും പുതിയ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന് വേണ്ടിയുള്ള ഏറ്റവും പുതിയൊരു ബാച്ച് എന്ന് പറയുന്നത്. റെക്കോർഡഡ് ക്ലാസ്സുകൾ, വീക്കിലി എക്സാമുകൾ, ഡെയിലി കറണ്ട് അഫയേഴ്സുകൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. മാറ്റം വന്ന SCRTs ഉൾപ്പെടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു പഠന സ്ട്രാറ്റജിയിലൂടെ APA പോലുള്ള അല്ലെങ്കിൽ ഒറ്റ പഠന സ്ട്രാറ്റജിയിലൂടെ APO, CPO, സിവിൽ എക്സൈസ് ഓഫീസർ പോലുള്ള എക്സാമുകൾക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമുകളെ മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള സമയം നിങ്ങൾ ചെയ്യേണ്ടത്. ഓരോ സമയവും വിലപ്പെട്ടതാണ്. ആ സമയം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇനി വരാൻ പോകുന്ന APO റാങ്ക് ലിസ്റ്റിന്റെ മുൻപന്തിയിൽ എത്താം. ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഏറ്റവും പുതിയൊരു ബാച്ച്. ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനുമായിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളെ കണക്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. APO പോലുള്ള എക്സാമുകൾക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.